തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ബന്ധുക്കൾ മോചിപ്പിച്ചതിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് പോലീസ്. പ്രതികളെ മോചിപ്പിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ബന്ധുക്കൾക്കെതിരെ കേസെടുക്കും. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അജീഷ്, അടിപിടി കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ പ്രതിഷേധം അയച്ചുവിട്ട് ഇന്നലെ കണ്ടതാണ്. ഈ കേസിൽ പുതിയ ആർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? സുഹേൽ, ഇതുവരേക്ക് എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എഫ്ഐആർ ഇട്ടിട്ടില്ല. ഇന്നലെ കടപ്പുറത്ത് വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ കയ്യേറ്റത്തിൽ പുതുക്കുറിച്ചി സ്വദേശികളായ സഫീർ, അലി, ജാഫർ എന്നീ യുവാക്കൾക്കാണ് പരിക്കേറ്റത്. തുടർന്ന് ഇവർ കഠിനംകുളം പോലീസിൽ പരാതിപ്പെടുകയും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഇവരെ പറഞ്ഞ് കഠിനംകുളം സ്റ്റേഷനിൽ നിന്ന് ജീപ്പിൽ 3 പോലീസുകാരെത്തി സഹോദരങ്ങളായ നിബിൻ, കൈസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് കൈവിലങ്ങിട്ടെങ്കിലും സ്ത്രീകളടക്കമുള്ള ബന്ധുക്കളെത്തി പോലീസിനെ തടയുകയായിരുന്നു. അതിനിടയിൽ വിലങ്ങിട്ടിരുന്ന ഒരു പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ വലിച്ചിടിച്ച് കുറെ ദൂരം കൊണ്ടുപോയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. കൂടുതൽ ബന്ധുക്കൾ എത്തിയതോടെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികളുടെ ബന്ധുക്കളായ സ്ത്രീകളും മറ്റും പോലീസിന്റെ ജീപ്പിൽ മുന്നിൽ കടന്ന് പ്രതിഷേധിച്ചതോടെ പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. പ്രതികളായ സഹോദരങ്ങൾ ഒട്ടേറെ അടിപിടി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നം നിലവിൽ ആ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് കൂടുതൽ അറസ്റ്റ് നടപടികൾ ഇപ്പോൾ ഉടൻ ഉണ്ടായേക്കില്ല. സംഭവത്തിൽ പ്രതികളുടെ ബന്ധുക്കൾക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുക്കുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. സുഹേൽ, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്.